ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ പല മണ്ഡലങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ വോട്ട് ചേർത്തതായിട്ടുള്ള പരാതി അന്ന് തന്നെ ഞങ്ങൾ ഉയർത്തിയിരുന്നു. നിങ്ങൾ പത്രക്കാർക്കറിയാം, അത് LDF മാത്രമല്ല, UDF നേതൃത്വത്തിൽ നിന്നും അത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായിരുന്ന ശ്രീ KP രാജേന്ദ്രൻ, അദ്ദേഹം കൊടുത്തിട്ടുള്ള പരാതികളുടെ ഒരു കോപ്പി ഞാൻ പല പത്രക്കാർക്കും, എന്നോട് ചോദിച്ച പത്രക്കാർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് 25/3/2024 ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പരാതി കുറച്ചും കൂടെ സ്പെസിഫിക്കായി ആളുകളുടെ പേരുകൾ സഹിതമുള്ള രണ്ടാമത്തെ പരാതി ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. 25/4/2024. മൂന്നാമത്തെ പരാതി ഞങ്ങൾ പിന്നീട് 26/4/2024 വീണ്ടും ആ പരാതി അത് സമാനമായ പരാതികൾ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. അത് അദ്ദേഹം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യത്തെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു, അതിനുശേഷം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും 4/4/2024. ആ 4/4/2024 പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആക്ഷേപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 22/1/2024 പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു കരട് പട്ടികയുണ്ട്, ഫൈനൽ പട്ടിക. അതിനെ തുടർന്ന് പിന്നീട് വീണ്ടും പേരുകൾ ചേർക്കാൻ കിട്ടുന്ന ആ ഗ്യാപ്പിലാണ് ഈ പറയുന്ന അനധികൃതമായ വോട്ടുകൾ മുഴുവൻ ചേർത്തിരിക്കുന്നത്. ഒരു ആൾക്ക് അവിടെ വീടുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അയാൾ അവിടുത്തെ വോട്ടറായിട്ട് മാറുന്നില്ല. അതായത് വീടുണ്ടായാൽ പോലും അയാൾ വോട്ടർ ആവണമെങ്കിൽ അയാൾ അവിടെ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പിൽ കൊടുത്തിരിക്കുന്ന അവരുടെ കണ്ടീഷൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ പാർലമെൻറ്റ് പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചേർക്കണമെങ്കിൽ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷകൻ എല്ലാ രേഖകളും സമർപ്പിച്ചാൽ മാത്രം പോരാ, ഹിയറിങ്ങിന് ഹാജരാകണം. ഹിയറിങ്ങിന് ഹാജരായി കഴിഞ്ഞാൽ ആ ഹിയറിങ്ങിൽ അദ്ദേഹം ഹാജരാക്കേണ്ടതായിട്ട് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റ്സിൽ അയാൾ അവിടെ പെർമനൻറ്റ് റെസിഡൻ്റ് ആണെന്ന് ബോധ്യപ്പെടുന്ന ഡോക്യുമെൻറ്റ്സാണ് അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ പറയുമ്പോൾ ബാങ്ക്, കിസാൻ, പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾക്ക് പുറമെ ഏറ്റവും നിങ്ങൾ ഏത് അഡ്രസ്സിലാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് ആ അഡ്രസ്സിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് കാർഡ് നിങ്ങൾ BLOയുടെ മുമ്പിൽ ഹാജരായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചേർക്കാൻ പറ്റും. ഇത് നമ്മൾ വിചാരിക്കുന്നത് വളരെ ലളിതമായി ഇതിനകത്ത് തെരുവിൽ ഉറങ്ങുന്നവർക്ക് വരും, അതായത് ബൂത്ത് ലെവൽ ഓഫീസർ ഒരു തെരുവിൽ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുക നല്ല കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യണം, ഈ ബൂത്ത് ലെവൽ ഓഫീസർ രാത്രി കാലങ്ങളിൽ അയാൾ സ്ഥിരമായി അവിടെ തന്നെയാണോ കിടക്കുന്നതെന്ന് 2 രാത്രി അവിടെ പോയി പരിശോധിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒരു സ്ട്രീറ്റിൽ ഉറങ്ങുന്ന ആൾക്ക് പോലും വോട്ട് കൊടുക്കാൻ അവകാശം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വോട്ടർമാർ എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു വലിയൊരു അവകാശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ആ ഒരു അവകാശത്തെ അല്ലെങ്കിൽ ആ ഒരു പഴുതിനെ ദുരുപയോഗം ചെയ്യുന്നു ഇവിടെ എന്നതാണ്. അതെങ്ങനെയാണ്? അടിസ്ഥാനപരമായി ആക്ടിൻ്റെ ഇൻറ്റൻഷന് വിരുദ്ധമായ രീതിയിൽ ഏതൊരാൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വോട്ട് ചേർക്കാം എന്നുള്ളതാണ് ഇതിലൂടെ കാണിക്കുന്നൊരു കാര്യം. അത് ദുരുപയോഗം ചെയ്ത് എന്ത് ചെയ്യുന്നു, BJPക്ക് ജയിക്കണം എന്ന ആഗ്രഹമുള്ള മണ്ഡലത്തിൽ അവർക്ക് ജയിക്കാനുള്ള വോട്ടില്ലെങ്കിൽ ജയിക്കാനുള്ള വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി വോട്ട് നേടുന്നതിന് പകരം മാനിപ്പുലേഷൻ വഴി വിജയം ഉറപ്പാക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഘടകം, അവർക്ക് വോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള അപ്പുറത്തെ മണ്ഡലത്തിലെ ആളുകളെ, അവിടെ BJPക്കാർ വോട്ടർമാർ, പക്ഷെ അവിടെ അവർക്ക് വോട്ട് ചെയ്യാതെ ആ ആളുകളെ ഇവിടുത്തെ വോട്ടർമാരാക്കി മാറ്റുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന അനധികൃതമായ വോട്ട് കൈമാറി എന്ന് ഞങ്ങൾ പറയാൻ കാരണം. അത് വെറുതെ പറഞ്ഞിട്ടുള്ളതല്ല. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ
ഏകദേശം ഒരു ബൂത്ത് ഒരു ഫ്ലാറ്റിൽ തന്നെ, ഒരു ഫ്ലാറ്റിൽ മാത്രം ഏകദേശം പിന്നെ ബൂത്ത് നമ്പർ 37 കാർത്തിയാനി അമ്പലത്തിൻ്റെ പൂങ്കുന്നത്തുള്ള ഇൻലാൻഡ് ഫ്ലാറ്റ് ഉദയ, അവിടെ മാത്രം ചേർക്കപ്പെട്ടിട്ടുള്ള പുതിയ വോട്ടർമാരുടെ ലിസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അന്ന് അവിടെ ഞങ്ങളെ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അവരാരും അവിടെ താമസക്കാരില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ റിട്ടേൺ പരാതി കൊടുക്കുന്നത്. ഈ റിട്ടേൺ പരാതി കൊടുത്തിട്ടും ഇവരെല്ലാം വോട്ടർമാരായിട്ട് അവിടെ വന്നു എന്നുള്ളതാണ് ഒരു വസ്തുത.